രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുങ്ങളെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമാണ് അല്ലേ? സ്വർഗത്തിലെത്തി ഈശോയെ കാണാൻ എല്ലാവർക്കും കൊതിയുണ്ട് അല്ലേ? നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങാം. അപ്പം എല്ലാവരും കൈകൂപ്പി കണ്ണടച്ച് നിന്നേ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, സ്വർഗത്തിലെത്തി അങ്ങയോടൊത്തായിരിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് കൊതിയുണ്ട് ഈശോയെ. ഈശോയെ, സ്വർഗത്തിന് അനുയോജ്യമാമിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളെ നിരന്തരം അങ്ങ് തന്നെ പരിപാലിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആരും ഇരിക്കരുത്. സിസ്റ്റർ ഇരിക്കാൻ പറയുന്നതോടും വരെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. കുഞ്ഞുങ്ങളെ, സ്വർഗത്തിൽ നല്ല പുഞ്ചിരിക്കുന്ന മുഖങ്ങളുള്ള മനോഹരമായ വേഷങ്ങൾ അണിഞ്ഞ ചിറകുകളൊക്കെയുള്ള മാലാഖമാരുണ്ട്. അപ്പം മാലാഖമാരെ നമ്മൾ ഏഞ്ചൽസ് എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ആർക്കൊക്കെ ഏഞ്ചൽസ് എന്ന് പേരില്ലേ? ഉണ്ട്. ഏഞ്ചൽ എന്ന് പേരുള്ളവരൊക്കെ തലയാട്ടുന്ന സിസ്റ്ററിന് കാണാം. അപ്പം ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാലാഖ അല്ലേ? അപ്പം സിസ്റ്റർ ഇന്ന് കുഞ്ഞുങ്ങളെ ഏഞ്ചൽ ക്ലാപ്പ് പഠിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റർ ഒരു വട്ടം കാണിച്ചു തരാം. കുഞ്ഞുങ്ങളെല്ലാവരും അത് കണ്ടു പഠിക്കണം. മാലാഖമാർ എപ്പോഴും ഇങ്ങനെ ചിറക് വിരിച്ച് ആണ് സ്വർഗത്തിൽ. അപ്പം നമുക്ക് മാലാഖമാരെ പോലെ ചിറക് വിരിച്ച് ഒരു ക്ലാപ്പ് പഠിക്കാം. ഓക്കെ, 1 2 3 4 1 2 3 4 പഠിച്ചോ? എന്തെളുപ്പം ഏഞ്ചൽ ക്ലാപ്പ് പഠിക്കാൻ. ഇതേ കുഞ്ഞുങ്ങളെല്ലാവരും സിസ്റ്ററിൻ്റെ കൂടെ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ചൊന്ന് ക്ലാപ്പ് ചെയ്യാം. 1 2 3 4 1 2 3 4. ഇനി നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ഉണ്ണീശോയ്ക്കൊരു ക്ലാപ്പ് കൊടുത്താലോ? റെഡിയാണോ? 1 2 3 4 1 2 3 4. ഇഷ്ടമായോ ഏഞ്ചൽ ക്ലാപ്പ്? ഇഷ്ടമായി അല്ലേ? അപ്പം നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. ഈശോയുടെ കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിച്ചത്? സ്വർഗത്തിൽ വസിക്കുന്ന വിശുദ്ധരെ കുറിച്ച് അല്ലേ? വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശോയോടൊപ്പം സ്വർഗത്തിൽ വസിക്കുന്നവരാണ് വിശുദ്ധർ അല്ലേ? നമ്മൾ കുറച്ച് വിശുദ്ധരുടെ പേര് പഠിച്ചായിരുന്നല്ലോ. മിടുക്കര് കുഞ്ഞുങ്ങളാണല്ലോ. വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറപിതാവ്, വിശുദ്ധ എവപ്രാസ്യാമ. അപ്പം 3 പേരുടെ പേര് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി സിസ്റ്റർ പറഞ്ഞായിരുന്നു 55-ാമത്തെ പേജിലുള്ള അമ്മയുടെ പേര് ചോദിക്കണമെന്ന്. വിശുദ്ധ മദർ തെരേസയാണ് അത് അല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും അമ്മമാരോട് ചോദിച്ചു വിശുദ്ധയുടെ പേരെന്താണ് എന്ന്. അന്നേരം അമ്മ പറഞ്ഞു തന്നു അത് വിശുദ്ധ മദർ തെരേസയാണെന്ന് അല്ലേ? കുഞ്ഞുങ്ങൾക്കറിയാമോ, നമുക്കൊക്കെ പപ്പയും അമ്മയൊക്കെ ഉണ്ട് അല്ലേ? പക്ഷേ പപ്പയും അമ്മയും ഒന്നും ഇല്ലാത്ത പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ അമ്മയായിത്തീർന്ന വിശുദ്ധിയാണ് വിശുദ്ധ മദർ തെരേസ. തെരുവിൽ അലയുന്ന ഒരുപാട് മക്കൾക്ക് അമ്മയായിത്തീർന്ന വിശുദ്ധിയാണ് വിശുദ്ധ മദർ തെരേസ. കുഞ്ഞുങ്ങളെ, സിസ്റ്റർ ഇന്ന് വിശുദ്ധ ചാവറപിതാവിൻ്റെ കഥ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ചാവറപിതാവ് എങ്ങനെയാണ് വിശുദ്ധിയിൽ വളർന്നു വന്നതെന്ന് സിസ്റ്റർ പറഞ്ഞു തരാൻ പോവുകയാണ്. വിശുദ്ധ ചാവറപിതാവ് കുഞ്ഞായിരുന്നപ്പം ചാവറപിതാവിനെ വിളിച്ചിരുന്നത് എന്താണെന്ന് അറിയാമോ? കൊച്ചു കുര്യാക്കോസേന്ന്. അപ്പോൾ കൊച്ചു കുര്യാക്കോസ് വളരെ കുഞ്ഞായിരിക്കുമ്പം കൊച്ചു കുര്യാക്കോസ് നോക്കുമ്പം എപ്പോഴും അമ്മ പ്രാർത്ഥിക്കുന്നത് കാണാറുണ്ടായിരുന്നു. കൊച്ചു കുര്യാക്കോസിൻ്റെ അമ്മ മുട്ടുമേൽ നിന്ന് നിരന്തരം ജപമാല ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാല എന്ന് പറഞ്ഞാൽ എന്ത് പ്രാർത്ഥനയാ? മാതാവിനോടുള്ള പ്രാർത്ഥന. കുഞ്ഞുങ്ങളെല്ലാവരും പ്രാർത്ഥന പഠിച്ചു അല്ലേ? നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. അപ്പോൾ കൊച്ചു കുര്യാക്കോസിൻ്റെ അമ്മ മുട്ടുമേൽ നിന്ന് ഇങ്ങനെ ജപമാല ചൊല്ലുന്നത് കാണുമ്പോൾ കൊച്ചു കുര്യാക്കോസ് എന്ത് ചെയ്യുന്നറിയാമോ? മുട്ടുമേൽ ഇഴഞ്ഞു ചെന്ന് അമ്മയുടെ ആ മുട്ടിനോട് ഇങ്ങനെ ചേർന്നിരിക്കും. അങ്ങനെ അമ്മ പ്രാർത്ഥിക്കുന്നത് കണ്ടും അമ്മ പ്രാർത്ഥിക്കുന്നത് കേട്ടും കൊച്ചു കുര്യാക്കോസും പ്രാർത്ഥനയൊക്കെ പഠിച്ചു. അങ്ങനെ ധാരാളം പ്രാർത്ഥിച്ച് കൊച്ചു കുര്യാക്കോസ് വിശുദ്ധ ചാവറപിതാവായി. നമുക്കും കൊച്ചു കുര്യാക്കോസിനെ പോലെ വിശുദ്ധിയെ ജീവിക്കണ്ടേ? ജീവിക്കണം. അതിനെന്ത് ചെയ്യണം?
ധാരാളം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ വിശുദ്ധരാകാൻ, ഒരു കാര്യം കൂടി ചെയ്യണം. അതെന്താണെന്നറിയാമോ? ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യണം. എന്താ ചെയ്യണ്ടേ? ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല പ്രവൃത്തികൾ. നമുക്ക് ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല പ്രവൃത്തികൾ ചെയ്ത് വിശുദ്ധരാകണം. കുഞ്ഞുങ്ങളെ, വിശുദ്ധ ഏവപ്രാസ്യാമ എങ്ങനെയാണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്ത് വിശുദ്ധിയെ ജീവിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടാലോ? 1877 ഒക്ടോബർ 17-ാം തീയതി കേരളത്തിലെ കാട്ടൂർ എന്ന ഗ്രാമത്തിലാണ് ഏവുപ്രാസ്യാമ്മ ജനിച്ചത്. എലവുത്തിങ്കൽ ചെറുപ്പക്കാരൻ അന്തോണിയുടെയും കുഞ്ഞേലിയുടെയും മകളായി അവൾ ജനിച്ചു. ജനിച്ച് 8-ാം നാൾ അവളെ മാമോദിസ മുക്കുകയും റോസ എന്ന് പേരിടുകയും ചെയ്തു. റോസ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന അനിയത്തിയുടെ പേര് കൊച്ചുത്രേസ്യ എന്നായിരുന്നു. കൊച്ചുത്രേസ്യ, പതുക്കെ. അയ്യോ ദൈവമേ, അമ്മേ, ചേച്ചി. മോളെ, നിനക്കെന്തെങ്കിലും പറ്റിയോ? കാണിക്കേ, കൈ കാണിച്ചേ. ഓ, ഇതൊരു ചെറിയ മുറിവല്ലേ, സാരമില്ല കേട്ടോ. എനിക്ക് വേദനിക്കുന്നു ചേച്ചി. വിഷമിക്കണ്ട, ഞാൻ മരുന്ന് വെച്ച് തരാം. ഇത്ര വേഗത്തിൽ ഓടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്തു പറ്റി? കൊച്ചുത്രേസ്യ എന്തിനാ കരഞ്ഞേ? ഒന്നുമില്ല അമ്മേ, കൊച്ചുത്രേസ്യക്ക് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, അല്ലേ മോളെ? അതെ അമ്മേ, ഞാൻ വീണിട്ട് കൈ മുറിഞ്ഞപ്പോൾ നോക്ക്, ചേച്ചി എനിക്ക് കയ്യിൽ മരുന്ന് വെച്ച് തന്നു. നന്നായി റോസ, അകത്തേക്ക് വരൂ, സന്ധ്യയായി. ഇല്ല അമ്മേ, ഞങ്ങൾക്ക് കുറച്ചും കൂടി കളിക്കണം, കുറച്ചും കൂടി. ഞാൻ പറയുന്നതനുസരിക്ക്, ഇനി കളിക്കണ്ട. വീഡിയോയിൽ നമ്മൾ കണ്ടു അല്ലേ? വിശുദ്ധ ഏവപ്രാസ്യാമ്മ അനിയത്തി വീണത് കണ്ടപ്പോൾ എന്താ ചെയ്തേ? ഓടിച്ചെന്ന് അനിയത്തിക്ക് ആ മുറിവൊക്കെ വെച്ച് കെട്ടി കൊടുത്തു അല്ലേ? എന്നിട്ട് അമ്മ പറഞ്ഞു, സന്ധ്യയായി, ഇനി കളിക്കണ്ട, വീട്ടിൽ കയറി പോകാൻ പറഞ്ഞു. അപ്പോൾ അവരെന്താ പറഞ്ഞേ? അമ്മ, ഞങ്ങൾ ഇച്ചിരി നേരം കൂടി കളിക്കട്ടെ എന്ന് പറഞ്ഞോ? ഇല്ല. ഏവപ്രാസ്യാമ്മ പറഞ്ഞു, സന്ധ്യയായി, നമുക്ക് കയറി പോകാമെന്ന്. അമ്മ പറഞ്ഞത് അപ്പം തന്നെ അനുസരിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങളെ, നമ്മളോട് അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്, കുഞ്ഞെ ഗെയിം കളിക്കരുത്, വേണ്ട ഗെയിം കളിക്കണ്ടെന്ന്. അപ്പോൾ എന്ത് പറയും? അമ്മ, ഒരു പ്രാവശ്യം കൂടി ഞാൻ കളിച്ചോട്ടെ എന്ന് പറയും അല്ലേ? അമ്മ പറയും, സന്ധ്യയായി, ഇനി കളിക്കണ്ട, വീട്ടിൽ കയറി പോകാൻ പറയുമ്പോൾ അമ്മേ, ഞാൻ ഇച്ചിരി നേരം കൂടി കളിച്ചോട്ടെ എന്ന് പറയും. അപ്പം അങ്ങനെയാണോ നല്ല കുഞ്ഞുങ്ങൾ? അല്ല. നല്ല കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണമെന്നാ സിസ്റ്റർ പറഞ്ഞത്? ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യണം. കുഞ്ഞുങ്ങളെ, എന്താണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ള പ്രവൃത്തികൾ എന്ന് കുഞ്ഞുങ്ങൾക്കറിയാമോ? സിസ്റ്റർ പറഞ്ഞു തരാം. നമ്മുടെ പപ്പയും അമ്മയും ഒക്കെ അവർ പറയുന്നതൊക്കെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ. പിന്നെ ചേട്ടനോടും ചേച്ചിയോടും ഒന്നും വഴക്കു കൂടാത്ത നല്ല കുഞ്ഞുങ്ങൾ. പിന്നെ എന്താണെന്നറിയാമോ? സത്യം പറയുന്ന കുഞ്ഞുങ്ങൾ. നുണയൊന്നും പറയാതെ സത്യം പറയുന്ന കുഞ്ഞുങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ വെല്ലിച്ചാച്ചനും വെല്ലിമ്മച്ചിയൊക്കെ ഇല്ലേ? അവർക്ക് നമ്മളെപ്പോലെ ഓടാനും ചാടാനും ഒക്കെ പറ്റുമോ? ഇല്ല. അപ്പം വെല്ലിച്ചാച്ചനും വെല്ലിമ്മച്ചിക്കൊക്കെ കുഞ്ഞു കുഞ്ഞ് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, അവർക്ക് വെള്ളം എടുത്തു കൊടുക്കുന്നത്, അവർക്ക് പേപ്പറൊക്കെ വായിക്കാൻ കൊണ്ടു കൊടുക്കുന്നത്, അതൊക്കെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല പ്രവൃത്തികളാണ്. പിന്നെ നമുക്കിടയ്ക്ക് നല്ല രസമുള്ള ചോക്ലേറ്റൊക്കെ കിട്ടും അല്ലേ? അപ്പോൾ അത് കിട്ടുമ്പോൾ എന്താ തോന്നുന്നേ? തന്നെ തിന്നാൻ തോന്നും അല്ലേ? ചോക്ലേറ്റ് എന്ന് പറഞ്ഞപ്പം ആരുടെയൊക്കെയോ വായിൽ വെള്ളം ഊറുന്ന സിസ്റ്ററിനെ കാണാം കേട്ടോ. അപ്പം നല്ല ചോക്ലേറ്റൊക്കെ കിട്ടുമ്പം തന്നെ കഴിക്കാൻ തോന്നുമെങ്കിലും അത് നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ പങ്കുവെച്ച് കൊടുക്കുന്ന കുഞ്ഞുങ്ങളാണ് നല്ല കുഞ്ഞുങ്ങൾ. അവരാണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ അമ്മ പാത്രമൊക്കെ കഴുകുന്നത് നമ്മൾ കാണും അല്ലേ? അപ്പോൾ അമ്മയെ ചെന്ന് സഹായിച്ചു കൊടുക്കുന്നത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള പ്രവൃത്തിയാണ് ധാരാളം പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ധാരാളം പ്രാർത്ഥിച്ച് പപ്പയും അമ്മയൊക്കെ അനുസരിച്ച് നല്ല വിശുദ്ധരായ കുഞ്ഞുങ്ങളായി ജീവിക്കാം. കുഞ്ഞുങ്ങളെ, നമുക്കിപ്പം ഒരു കൊച്ചു കഥ കേൾക്കാം. പരസ്പരം സഹായിക്കുന്നതിൻ്റെ ഒരു കഥ.
ഈശോയുടെ കുഞ്ഞുങ്ങളെ, പരസ്പരം സഹായിക്കുന്നതും പരസ്പരം സ്നേഹിക്കുന്നതും ഈശോയ്ക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? അപ്പോൾ കഥ നമ്മൾ കേട്ടു അല്ലേ? പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ഈശോയ്ക്ക് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്ത് നമുക്കും വിശുദ്ധരായ കുഞ്ഞുങ്ങളാകണം. ഇനി കഥ ഇഷ്ടമായ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് ഒരുമിച്ച് ചേർന്ന് ഒരു ഏഞ്ചൽ ക്ലാപ്പ് ചെയ്തേ. 1 2 3 4 1 2 3 4. കുഞ്ഞുങ്ങൾ കളർ അടിക്കാൻ ഇഷ്ടമാണോ? കളർ അടിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പാഠപുസ്തകത്തിലെ 56-ാമത്തെ പേജിൽ മനോഹരമായൊരു ബട്ടർഫ്ലൈയുടെ ചിത്രമുണ്ട്. അപ്പോൾ ആ ചിത്രം അതിമനോഹരമാകുന്നത് എങ്ങനെയാണ്? കുഞ്ഞുങ്ങൾ കളർ കൊടുക്കുമ്പം. അതുപോലെ തന്നെ 54-ാമത്തെ പേജിൽ നമ്മുടെ 2 കൂട്ടുകാർക്ക് വിശുദ്ധ അൽഫോൻസാമയുടെയും ചാവറേച്ചിൻ്റെയും ഒക്കെ അടുത്തെത്തണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? അവർക്ക് വഴി അറിയില്ല. അപ്പോൾ ആരാ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾ അവർക്ക് വഴി കാണിച്ച് അവരെ വിശുദ്ധരുടെ അടുത്തെത്തിക്കണം. റെഡിയാണോ? റെഡിയാണ്. അപ്പോൾ നമുക്ക് ഈശോയ്ക്ക് ഇന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാലോ? അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്നേ. ഇനി കുഞ്ഞി കരങ്ങൾ കൂപ്പി കുഞ്ഞി കണ്ണുകൾ പൂട്ടി നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ, ഞങ്ങളെ നിരന്തരം പരിപാലിക്കുന്നതിന് ഈശോയ്ക്ക് നന്ദി. ഈശോയെ, അങ്ങേക്ക് ഇഷ്ടമുള്ള നല്ല പ്രവൃത്തികൾ ചെയ്ത് സ്വർഗത്തിലെത്തിച്ചേരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ വിശുദ്ധരായ കുഞ്ഞുങ്ങളാക്കി മാറ്റണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.